രാജ്യത്തെ ഞെട്ടിച്ച സംഭവമാണ് ഉത്തർപ്രദേശിലെ ഹത്രാസിൽ നടന്നത്. പ്രാർത്ഥനാ യോഗത്തിനിടയിൽ തിക്കിലും തിരക്കിലും 3 കുട്ടികളടക്കം 120 പേരാണ് മരിച്ചത്. മുഗൾഗർഹി ഗ്രാമത്തിൽ ആൾദൈവമായ സക്കാർ വിശ്വഹരിയെന്നും ബോലെ ബാബയെന്നും അറിയപ്പെടുന്ന നാരായൺ സാഗർ ഹരി സത്സംഗം എന്ന മതപരമായ ചടങ്ങ് നടത്തി. അതിലൂടെയാണ് അപകടമുണ്ടായത്. മതപ്രഭാഷണം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്ന ഗുരുവിന്റെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുയായികൾ തിരക്ക് കൂട്ടിയതാണ് ഹത്രസിൽ വൻ അപകടത്തിന് കാരണമായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ദുരന്തത്തിനു പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ കൂടിയായ ആൾദൈവം ഇപ്പോൾ ഒളിവിലാണ്. ഇപ്പോൾ ഉയരുന്ന ചോദ്യം ആരാണ് ബോലെ ബാബ എന്നതാണ്. സ്വയം പ്രഖ്യാപിത ആൾദൈവമാണ് സാഗർ ഹരി എന്ന ബോലെ ബാബ. താൻ ഇന്റലിജൻസ് ബ്യൂറോയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പലപ്പോഴും അവകാശപ്പെട്ടിരുന്ന ആളായിരുന്നു നാരായൺ സാഗർ ഹരി. താൻ ജോലി ചെയ്യുമ്പോഴും ആത്മീയതയിലേക്ക് ചായ്വുണ്ടായിരുന്നുവെന്നും 1990കളിൽ ആത്മീയ പാത പിന്തുടരുന്നതിനായി രാജിവെച്ചിരുന്നുവെന്നും അയാൾ പലപ്പോഴും തന്റെ ഭക്തരോട് പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ ഇറ്റാ ജില്ലയിലെ ബഹാദൂർ നഗരി ഗ്രാമത്തിൽ ഒരു കർഷകനായ നന്നേ ലാലിന്റെയും കടോരി ദേവിയുടെയും മകനായി ജനിച്ച സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ യഥാർത്ഥ പേര് സൂരജ് പാൽ എന്നാണ്. അദ്ദേഹത്തിന് 2 സഹോദരന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരാൾ മരണപ്പെട്ടു. ഗ്രാമത്തിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ ഇയാൾ യുപിയിൽ ലോക്കൽ ഇന്റലിജൻസ് യൂണിറ്റിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. കോളേജ് പഠനത്തിന് ശേഷം താൻ ഇന്റലിജൻസ് ബ്യൂറോയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും അവിടെയുള്ള കാലത്ത് ആത്മീയതയിലേക്ക് തിരിഞ്ഞുവെന്നും ഇയാൾ പിന്നീട് അവകാശപ്പെട്ടു. 1999-ൽ പോലീസ് ജോലി ഉപേക്ഷിച്ച് ഇയാൾ പിന്നീട് സൂരജ് പാൽ എന്ന പേര് മാറ്റി നാരായൺ സാഗർ ഹരി എന്നാക്കി. മെല്ലെ മെല്ലെ ആത്മീയതയിലേക്ക് കടന്നു വന്ന ഇയാൾക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലായി നിരവധി അനുയായികളുണ്ട്. അലിഗഡിൽ എല്ലാ ചൊവ്വാഴ്ചയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഭോലെ ബാബയുടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് എന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒത്തുചേരലുകൾ സന്നദ്ധ പ്രവർത്തകർ ഭക്തർക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകിയിരുന്നു. കോവിഡ് കാലത്താണ് ഇയാൾ കൂടുതൽ പ്രസിദ്ധനായതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. ഹരിയുടെ ശിഷ്യൻ എന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിക്കാറ്. സാധാരണ ആൾദൈവങ്ങൾ ധരിക്കുന്നത് പോലെ കാവി വസ്ത്രമല്ല ഇയാളുടെ വേഷം. വെള്ള സ്യൂട്ടും ടൈയും അല്ലെങ്കിൽ കുർത്ത പൈജാമയൊക്കെയാണ് ഇഷ്ടപ്പെട്ട വസ്ത്രം. തനിക്ക് ലഭിക്കുന്ന സംഭാവനകളിൽ നിന്ന് ഒരു തുക പോലും സൂക്ഷിക്കാറില്ലെന്നും എല്ലാം തന്റെ ഭക്തർക്കായി ചിലവഴിക്കുന്നുവെന്നും അയാൾ തന്റെ പ്രസംഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. ഭാര്യ പ്രേംപതിയും സദാ ബോലെ ബാബയെ അനുഗമിക്കും. അതേസമയം പ്രഭാഷകന്റെ വാഹനം തടഞ്ഞുവെച്ചതാണ് 116 പേരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ചടങ്ങുകൾക്ക് ശേഷം തിരിച്ചു പോകാൻ തിരക്കുകൂട്ടി. എന്നാൽ പ്രഭാഷകന്റെ വാഹനം കടത്തിവിടാനായി ജനങ്ങളെ തടഞ്ഞുവെച്ചു. തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും ആളുകൾക്ക് ശ്വാസം കിട്ടാതെയായതോടെ പലരും പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും നിലത്ത് വീണുപോയി. ശ്വാസം കിട്ടാതെയും നിലത്ത് വീണിടത്തുനിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെയുമാണ് ആളുകൾ മരിച്ചതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രാർത്ഥനാ ഇടങ്ങൾ ദുരന്ത ഭൂമിയാകുന്നതിന്റെ ഒടുവിലെ ഉദാഹരണമാണ് ഹദ്രാസ്. മുൻകാലങ്ങളിലെ ദുരന്തങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്തതാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാൻ കാരണം. രാജ്യത്ത് ഇതാദ്യമായല്ല ആത്മീയ ഇടങ്ങളിലും ക്ഷേത്രങ്ങളിലും തിക്കിലും തിരക്കിലും പെട്ട ദുരന്തമുണ്ടാകുന്നത്. മഹാരാഷ്ട്രയിലെ മന്ദർദേവി ക്ഷേത്രത്തിൽ 2005-ലാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. അന്ന് 340 ജീവനാണ് നഷ്ടമായത്.